ഹായ്, രസകരമായ ഒരു ഇംഗ്ലീഷ് ചലച്ചിത്രം ദ സ്കോർപിയൻ കിങ് ബുക്ക് ഓഫ് സോൾസ്. രസകരമായ ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുകയും കമന്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യൂ. നമുക്ക് നേരെ വിശദമായ കഥയിലേക്ക് പോകാം. കഥ ആരംഭിക്കുന്നത് നെപ്സെറക് രാജാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഒരു പുരാതന ശവകുടീരത്തിന്റെ വാതിൽ തകർക്കുന്നിടത്തു നിന്നുമാണ്. മെംടെപ് രാജാവിനെ അടക്കം ചെയ്ത സ്ഥലമായിരുന്നു അവിടം. നെപ്സെറക്കിനൊപ്പം മെനിഫർ എന്നു പേരുള്ള ഒരു മന്ത്രവാദിനി കൂടിയുണ്ട്. അവളുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു പരുന്തുമുണ്ടായിരുന്നു. ഭൂതകാലം കാണാനും മാന്ത്രിക ശക്തി പ്രയോഗിക്കാനുമൊക്കെയുള്ള കഴിവ് അവർക്കുണ്ട്. അവർ തിരയുന്നത് മെംടെപ് രാജാവിന്റെ ശവപ്പെട്ടിക്കുള്ളിലുണ്ട് എന്നവൾ രാജാവിന് ഉപദേശം നൽകി. ശവപ്പെട്ടി അതോടെ തുറക്കപ്പെട്ടു. ഒടുവിൽ നെപ്സെറക് താൻ തിരഞ്ഞുകൊണ്ടിരുന്ന ആ വസ്തു കണ്ടെത്തി. അത് അളക്കാനാവാത്ത ശക്തിയുള്ള ഫാങ് ഓഫ് അനുബിസ് എന്ന വാളായിരുന്നു. ആ വാൾ കൈക്കലാക്കിയതിനു പിന്നാലെ അയാളുടെ നേതൃത്വത്തിൽ എവിടെയും ആക്രമണങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. കൂട്ടക്കൊലകൾ നടന്നു. നെപ്സെറക് തന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെന്നായ യോദ്ധാക്കളുടെ ശക്തമായൊരു സൈന്യത്തെ കെട്ടിപ്പടുക്കുകയും വലിയൊരു സാമ്രാജ്യം സൃഷ്ടിക്കുകയും ചെയ്തു. അവരുടെ മുന്നിൽ അയാൾ ദൈവത്തിന് തുല്യനായ രാജാവായി തന്നെ പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും ഒരു ശത്രു മാത്രം കീഴടങ്ങാതെ അവശേഷിച്ചിരുന്നു. സ്കോർപിയൻ കിങ് എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന മഹത്തായ അക്കാഡിയൻ ഗോത്രത്തിലെ അവശേഷിക്കുന്ന ഏകവംശജൻ. അവനെ കണ്ടെത്താൻ തന്റെ പരുന്തിനെ അയക്കാൻ നെപ്സെറക് മെനിഫറിനോട് ഉത്തരവിട്ടു. കഥ അവിടെ നിന്ന് അബേ എന്ന പേരുള്ള ചെറിയൊരു പയ്യനിലേക്ക് തിരിയുന്നു. അബേക്കൊപ്പം ഒരു കൊല്ലൻ ജോലി നോക്കുന്നുണ്ട്. ഒരു വലിയ യോദ്ധാവാൻ സ്വപ്നം കണ്ടിരുന്ന അബേ തനിക്ക് സ്വന്തമായി ഒരു വാൾ ആഗ്രഹിച്ചിരുന്നു. കൊല്ലനോടത് പറഞ്ഞെങ്കിലും മത്തായൂസ് എന്ന പേരുള്ള ആ കൊല്ലൻ താനിനി വാളുകൾ നിർമ്മിക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. ഗ്രാമത്തിലെ കർഷകരെ സഹായിക്കാൻ അദ്ദേഹം മരിവാളുകൾ മാത്രമാണ് നിർമ്മിക്കാറുള്ളത്. മത്തായൂസ് എപ്പോഴും ഗ്രാമീണരെ സഹായിക്കുകയും ഒഴിവു സമയങ്ങളിൽ സാധാരണയായി നായാട്ടിന് പോവുകയും ചെയ്യാറുണ്ട്. അതേസമയം നെപ്സെറക്കിന്റെ ആളുകൾ സ്കോർപിയൻ കിങ്ങിന്റെ ഒളിത്താവളം കണ്ടെത്താൻ മെനിഫറിന്റെ പരുന്തിന് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പരുന്തൊടുവിൽ എത്തിച്ചേർന്നതാകട്ടെ അബയുടെ ഗ്രാമത്തിലാണ്. നെപ്സെറക്കിന്റെ കീഴിലുള്ള കെൻസ എന്ന സ്ത്രീ ഗ്രാമീണരെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. താൻ സ്കോർപിയൻ കിങ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ അഥവാ മത്തായൂസിനെയാണ് തിരയുന്നത് എന്നവൾ വ്യക്തമാക്കി. തങ്ങൾക്ക് രാജാവില്ലെന്നും അവൾ തിരയുന്ന പേര് തങ്ങൾക്കറിയില്ലെന്നുമായിരുന്നു അവിടുണ്ടായിരുന്ന അബയുടെ പിതാവ് നിഷേധഭാവത്തിൽ പറഞ്ഞത്. തന്റെ ലക്ഷ്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ട കെൻസ ഗ്രാമം കത്തിക്കാനും അബയുടെ പിതാവിനെ കൊല്ലാനും ഉത്തരവിട്ടു. ആ നിർണായക നിമിഷത്തിൽ മത്തായൂസ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. ഒരു പോരാട്ടം നടത്തി. ഒരു കൊല്ലനായി ഒളിവിൽ കഴിയുകയും വേഷം മാറി ജീവിക്കുകയും ചെയ്തിരുന്ന മത്തായൂസ് തന്നെയാണ് യഥാർത്ഥത്തിൽ സ്കോർപിയൻ കിങ് എന്ന കാര്യം അവിടെ വെച്ച് വെളിപ്പെട്ടു. മത്തായൂസിന് പരിക്കേൽക്കുന്നതുവരെ ആ ആക്രമണം തുടർന്നു. മത്തായൂസിന് പരിക്കേറ്റതും അബയെ അത് കണ്ട് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് ഓടാൻ തുടങ്ങി. പക്ഷേ വേഗത്തിൽ കെൻസ അബയെ പിടികൂടി ബന്ദിയാക്കി. ഇത് കണ്ട് മത്തായൂസ് അബയെ മോചിപ്പിക്കാൻ കെൻസയോട് ആവശ്യപ്പെട്ടു. താൻ കീഴടങ്ങാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ കെൻസ ക്രൂരയായിരുന്നു. നിരപരാധിയായ അബെ അവളുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. തുടർന്ന് പരിക്കേറ്റ മത്തായൂസ് തടവിലാക്കപ്പെട്ടു. നെപ്സെറക്കിന് കൈമാറാൻ കെൻസ അയാളെ കൊണ്ടുപോയി. അന്ന് രാത്രി അവർ വിശ്രമിക്കാൻ ഒരിടത്ത് നിന്നു. മത്തായൂസിന് കടുത്ത കാവൽ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ അങ്ങോട്ടേക്ക് കടന്നെത്തിയ ഒരു സ്ത്രീ കാവൽക്കാരുമായി ഏറ്റുമുട്ടി. സുരക്ഷിതത്വം എല്ലാം തകർത്ത് മത്തായൂസിനെ രക്ഷപ്പെടുത്തി അവൾ കൊണ്ടുപോവുകയും ചെയ്തു. പിന്നാലെ അവന്റെ മുറിവുകൾ സുഖപ്പെടുത്താൻ ശ്രമിച്ചു. താല എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. അടുത്ത ദിവസം രാവിലെ മത്തായൂസ് ബോധം തെളിഞ്ഞുണർന്നു. മറുഭാഗത്ത് തങ്ങൾ പിടികൂടിയ സ്കോർപിയൻ കിങ് മറ്റാരുടെയോ സഹായത്താൽ രക്ഷപ്പെട്ടു എന്ന വിവരം കെൻസ നെപ്സെറക്കിനെ അറിയിച്ചു. അത് കേട്ട നെപ്സെറക് രാജാവ് കടുത്ത ദേഷ്യത്തിലായി. കാരണം സ്കോർപിയൻ കിങ്ങിനെ എത്രയും വേഗം ഇല്ലാതാക്കേണ്ട ഒരു വലിയ ശത്രുവായിട്ടായിരുന്നു അയാൾ കണ്ടുകൊണ്ടിരുന്നത്. മറുവശത്ത് സ്കോർപിയൻ കിങ്ങും താലയുമാകട്ടെ ഒരിടത്ത് വിശ്രമിക്കുകയായിരുന്നു. താനൊരു കൊല്ലനാണെന്നായിരുന്നു സ്കോർപിയൻ കിങ് അപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ താലയ്ക്ക് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വ്യക്തിത്വം കൃത്യമായിട്ടറിയാമായിരുന്നു. താൻ നുബിയയിലെ രാജാവായ ബൽത്താസറിന്റെ മകളാണെന്ന് താല വെളിപ്പെടുത്തി. നുബിയയിലെ രാജാവ് സ്കോർപിയൻ കിങ്ങിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായിരുന്നു. അതുകൊണ്ട് തന്നെ മത്തായൂസ് അത് കേട്ടതും അത്ഭുതപ്പെട്ടു. പിന്നാലെ അനുബിസിന്റെ വാളുപയോഗിച്ച് ഈജിപ്തിനെ മുഴുവൻ കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുന്ന നെപ്സെറക് രാജാവിനെ കുറിച്ച് താല അദ്ദേഹത്തോട് പറഞ്ഞു. അവനെ തടയാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ബുക്ക് ഓഫ് സോൾസ് ആണെന്നും അവൾ വിശദീകരിച്ചു. ആ പുസ്തകം കണ്ടെത്താനും വീണ്ടെടുക്കാനും തന്നെ സഹായിക്കണം എന്നവൾ സ്കോർപിയൻ കിങ്ങിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിലൊന്നും ഇടപെടാൻ മത്തായൂസ് തീരെ താല്പര്യപ്പെടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ താല ഒരു ചെന്നായയുടെ തലയുള്ള കൈപ്പിടിയോടുകൂടി ഒരു കടാര പുറത്തെടുത്തു. തന്നെ സഹായിച്ചാൽ ഈ കടാരയുടെ ഉടമയെ കൊല്ലാൻ താൻ സഹായിക്കാം എന്ന് മത്തായൂസിനെ അറിയിച്ചു. അബയെ കൊല്ലാൻ ഉപയോഗിച്ച അതേ കടാരയായിരുന്നു അത്. സ്കോർപിയൻ കിങ് പെട്ടെന്നത് തിരിച്ചറിഞ്ഞു.
പറഞ്ഞു. തൊട്ടു പിന്നാലെ മോക്ഷം കിട്ടാതെ അലയുന്ന ഒരുപാട് ആത്മാക്കളുണ്ടെന്നും അവരെ മോചിപ്പിക്കാൻ വിധിക്കപ്പെട്ട ഒരു യോദ്ധാവാണ് സ്കോർപിയൻ കിങ് എന്നും താല പറഞ്ഞു. സ്കോർപിയൻ കിങ് ഒന്നും മറുപടി പറഞ്ഞില്ല. മറുവശത്ത് മെനിഫർ ആകട്ടെ തന്റെ ചാരപ്പരന്തിന്റെ കണ്ണുകളിലൂടെ കാര്യങ്ങൾ നോക്കിക്കാണുകയായിരുന്നു. സ്കോർപിയൻ കിങ്ങും താലയും ബുക്ക് ഓഫ് സോൾസ് സ്ഥിതി ചെയ്യുന്ന 13-ാം ചന്ദ്ര താഴ്വരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കി. അവൾ അത് റിപ്പോർട്ട് ചെയ്തു. ബുക്ക് ഓഫ് സോൾസിന് അനബിസിന്റെ വാളിനെ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്നും അവൾ കൂട്ടിച്ചേർത്തു. സ്കോർപിയൻ കിങ് വരണ്ട മണൽ പ്രദേശത്തിലൂടെ കടന്നുപോവുകയായിരുന്നു. പെട്ടെന്ന് അദ്ദേഹം നിന്നു. തന്റെ ആയുധം വലിച്ചെറിയുകയും താലയോടും അതുതന്നെ ചെയ്യാനും അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ആരോടോ ഉറക്കെ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. എങ്കിലും താലയ്ക്ക് അവിടെ ആരെയും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വൈകാതെ അമ്പുകൾ പറന്നുവന്ന് അവരെ ചുറ്റിവളഞ്ഞു. അതിനു പിന്നാലെ ബ്ലാക്ക് ആരോസ് എന്നറിയപ്പെടുന്ന വേട്ടക്കാരുടെ ഗോത്രമായ മണൽ മനുഷ്യർ അഥവാ സാൻഡ് പീപ്പിൾ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അവർ താലയെയും സ്കോർപിയൻ കിങ്ങിനെയും തടവിലാക്കി പൂട്ടിയിട്ടു. തങ്ങളുടെ അനുവാദമില്ലാതെയാണ് അവർ തങ്ങളുടെ പ്രദേശത്ത് പ്രവേശിച്ചതെന്നും അതിനാൽ അവർക്ക് വധശിക്ഷ നൽകുമെന്നും അവരുടെ നേതാവായ ഉറൂക്ക് പറഞ്ഞു. പക്ഷേ താലയെ കണ്ടപ്പോൾ തന്നെ ഉറൂക്കിന് അവളോടൊരു താല്പര്യം തോന്നിയിരുന്നു. മത്തായസിനെ കുറിച്ച് ചോദിച്ചപ്പോ തന്റെ അരികിലുള്ളയാൾ തന്റെ പിതാവിന്റെ കൊല്ലൻ മാത്രമാണ് എന്നായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ ഉറൂക്കിന്റെ അടുത്തുണ്ടായിരുന്ന അവരുടെ മന്ത്രവാദിയായ സമനാകട്ടെ ഉറൂക്കിന്റെ കാതിൽ എന്തോ മന്ത്രിച്ചു. പ്രത്യക്ഷത്തിൽ കിഴക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വന്നവരായതുകൊണ്ട് ഇതിഹാസതുല്യനായ സ്കോർപിയൻ കിങ്ങിനെ സമൻ തിരിച്ചറിഞ്ഞിരുന്നു. സ്കോർപിയൻ കിങ് ഒരു മഹാനായ യോദ്ധാവായിട്ടാണ് അവരൊക്കെ അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ മത്തായോസിനെ അങ്ങനെ കണ്ടതും അയാൾ ആ പദവിക്ക് അർഹനല്ല എന്ന് ഉറൂക്ക് പറഞ്ഞു. പിന്നാലെ ഉറൂക്ക് മത്തായോസിനെ ധീരമായി വെല്ലുവിളിച്ചു. സ്കോർപിയൻ കിങ് ആകട്ടെ ശാന്തമായും എന്നാൽ ദൃഢമായും ഉറൂക്കിന് മറുപടി നൽകി. ഒടുവിൽ അവരൊരു കരാറിലെത്തി. സ്കോർപിയൻ കിങ്ങിന് ഓടി രക്ഷപ്പെടാൻ ഉറൂക്ക് ഒരു അവസരം കൊടുക്കും. പക്ഷെ അവനെ വേട്ടയാടാൻ 4 ആളുകളെ ഉറൂക്ക് അയക്കും. കൊല്ലാനുള്ള ഉദ്ദേശത്തിൽ തന്നെ. ഉടൻ സ്കോർപിയൻ കിങ് പറഞ്ഞു, എന്നെ വേട്ടയാടാൻ 5 പേരെങ്കിലും വേണം. ഞാൻ അതിജീവിച്ചാൽ ഉറൂക്ക് തന്നെയും താലയെയും മോചിപ്പിക്കണം. ഉറൂക്ക് അത് സമ്മതിച്ചു. വൈകാതെ ആ പോരാട്ടം നടന്നു. പോരാട്ടത്തിൽ സ്കോർപിയൻ കിങ് ഓരോരുത്തരെയും പരാജയപ്പെടുത്തി. ഒടുവിൽ ഉറൂക്ക് അദ്ദേഹത്തിന്റെ പിടിയിലാവുക പോലും ചെയ്തു. പക്ഷേ സ്കോർപിയൻ കിങ് ഉറൂക്കിനെയും മറ്റുള്ളവരെയും ഒന്നും കൊന്നില്ല. അവരെ ബഹുമാനത്തോടെ കണ്ടു. തങ്ങളെ കൊല്ലാൻ അവസരമുണ്ടായിരുന്നിട്ടും അദ്ദേഹം അത് ചെയ്തില്ല എന്നത് ഉറൂക്ക് വലിയ രീതിയിൽ ശ്രദ്ധിച്ചു. അത് ഉറൂക്കിനെ വളരെയധികം ഇംപ്രസ് ചെയ്യിക്കുകയും സ്കോർപിയൻ കിങ്ങിനെ അദ്ദേഹം ബഹുമാനിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ഒടുവിൽ സ്കോർപിയൻ കിങ്ങും താലയും മോചിപ്പിക്കപ്പെടുകയാണ്. അതേസമയം ചാരപ്പരന്തും കെൻസയും സ്കോർപിയൻ കിങ്ങിനെ പിന്തുടർന്ന് 13-ാം ചന്ദ്ര താഴ്വരയിലേക്ക് യാത്ര തുടരുകയായിരുന്നു. താലയും സ്കോർപിയൻ കിങ്ങും അതിനോടകം തന്നെ 13-ാം താഴ്വര എന്ന് വിളിക്കപ്പെടുന്ന മണൽപ്പരപ്പ് മുന്നിൽ കാണാൻ കഴിയുന്ന ഇടത്തേക്കെത്തി. ഈ അവസരം ഉപയോഗിച്ച് സ്കോർപിയൻ കിങ് താലയോട് ബുക്ക് ഓഫ് സോൾസിനെ കുറിച്ച് ചോദിച്ചു. താല പറയാൻ തുടങ്ങി. പുസ്തകം സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലേക്ക് 3 വർഷത്തെ ചക്രത്തിൽ സംഭവിക്കുന്ന ഒരു ബ്ലൂ മൂൺ രാത്രിയിൽ മാത്രമേ പ്രവേശിക്കാൻ കഴിയൂ. അത് ഇന്ന് രാത്രിയാണ് സംഭവിക്കുക. ഫറവോമാരുടെ കാലത്തിനു മുമ്പേ അവളുടെ കുടുംബത്തിന്റെ തലമുറകൾ ആ പുസ്തകം സംരക്ഷിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താലയ്ക്ക് ഇതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ആരും ഈ പുസ്തകം ഇന്നേവരെ കണ്ടിട്ടില്ല. അങ്ങോട്ടേക്കുള്ള പ്രവേശന കവാടവും സാധാരണ ഒരു വാതിലൊന്നുമല്ല, അതൊരു പോർട്ടലാണ്. ആ പോർട്ടൽ തുറന്നാൽ മാത്രമേ അവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശിക്കാനും കഴിയൂ. അവരങ്ങനെ ആ പ്രവേശന കവാടത്തിന് മുന്നിലെത്തി. അവിടെ സുമേറിയൻ ഭാഷയിലുള്ള പുരാതന ലിപികൾ കുത്തിവെച്ചിരുന്നു. അത് മനസ്സിലാക്കാൻ കഴിയുന്ന സ്കോർപിയൻ കിങ് പോർട്ടലിന് മുകളിലുള്ള ലിഖിതം വായിച്ചു. രൂപം ആവർത്തിക്കുന്നവൻ. ചന്ദ്രൻ ഓരോ 30 ദിവസത്തിലും ആവർത്തിക്കുന്നുവെന്നും വേനൽക്കാല അറുതിക്ക് ശേഷം ഓരോ 3 വർഷത്തിലും നീലചന്ദ്രൻ അതിന്റെ രൂപം ആവർത്തിക്കുന്നുവെന്നും താല കൂട്ടിച്ചേർത്തു. പോർട്ടലിനെ പറ്റി മറ്റു വിവരമൊന്നും ലഭിക്കാത്തതുകൊണ്ട് താൻ കൊണ്ടുവന്ന ചുരുൾ വായിക്കാൻ സ്കോർപിയൻ കിങ് താലയ്ക്കടുക്കൽ പറഞ്ഞു. ചുരുളിൽ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ ശിലയ്ക്കടുത്തെത്തിയ ശേഷം അതിന്റെ പടിവാതിൽ കടന്ന് വടക്കുകിഴക്ക് ദിശയിലേക്ക് 400 ചുവടുകൾ വെക്കുക. സ്കോർപിയൻ കിങ് ഉടൻ തന്നെ താലയെ ആ ദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ അവർ പെന്റഗ്രാം പോലെയുള്ള വട്ടത്തിലുള്ള ഒരു കല്ല് കണ്ടെത്തി. താല ഉടൻ തന്നെ തന്റെ കൈവശമുള്ള ഒരു ഉപകരണം അവിടെ ഘടിപ്പിച്ചു. താല ഉപകരണം ഘടിപ്പിക്കുന്നതിനിടയിൽ സ്കോർപിയൻ കിങ് കവാടത്തിലേക്ക് നോക്കുകയും പോർട്ടലിന് മുകളിലുള്ള പുരാതന ലിഖിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് പതിയെ പറയുകയും ചെയ്തു. ലിഖിതം ഒരുതരം കോഡാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. ബുദ്ധിമതിയായ താല പുരാതന ലിഖിതത്തിന്റെ ശബ്ദത്തിനനുസരിച്ച് അവളുടെ ഉപകരണം ഉടൻ തന്നെ തിരിച്ചു. ഉടനെ ആ ഉപകരണം സജീവമായി. നീല കലർന്ന ചന്ദ്രപ്രകാശം അത് പ്രതിഫലിപ്പിച്ചു. അതോടെ അവിടുത്തെ പോർട്ടൽ സജീവമായി. അവർ രണ്ടുപേരും ആ പോർട്ടലിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആ പോർട്ടൽ അവരെ നയിച്ചത് ഒരു ഇടനാഴിയിലേക്കായിരുന്നു.
ഒരു മേശപ്പുറത്തുള്ള പുസ്തകം അവർ അവിടെ കണ്ടെത്തി. സ്കോർപിയൻ കിങ് താലയോട് ചോദിച്ചു, ഇതാണോ ബുക്ക് ഓഫ് സോൾസ്? അതെങ്ങനുണ്ട്? താനും അതിതുവരെ കണ്ടിട്ടില്ല എന്നായിരുന്നു താലയുടെ മറുപടി. അതൊരു ചുരുളോ കട്ടിയുള്ള പുസ്തകമോ അല്ലെങ്കിൽ കരിനയെല്ലിൽ ചുരുട്ടിയ പാപ്പിറാസോ ആകാം, അവൾ മറുപടി നൽകി. തിരച്ചിൽ നടത്തുന്നതിനിടയിൽ പെട്ടെന്നൊരു ഗോളം, അതായത് കളിമൺ രാക്ഷസൻ അവരെ ആക്രമിച്ചു. അവർ കൊല്ലപ്പെടുമെന്ന അവസ്ഥയിലായെങ്കിലും ഭാഗ്യവശാൽ അമീന എന്ന് പേരുള്ള സുന്ദരിയായ ഒരു സ്ത്രീ അവിടെ പ്രത്യക്ഷപ്പെടുകയും എനിക്കിതു എന്ന് പേരുള്ള ആ ഗോലമിനോട് നിർത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. താല അമീനയ്ക്ക് സ്വയം പരിചയപ്പെടുത്തി ബുക്ക് ഓഫ് സോൾസ് കണ്ടെത്തുക എന്ന തങ്ങളുടെ സന്ദർശന ഉദ്ദേശ്യം അമീനയ്ക്ക് മുമ്പിൽ വിശദീകരിക്കുകയും ചെയ്തു. അമീന ഒക്കെ കേട്ട് തലയാട്ടി. അവളുടൻ തന്നെ സ്കോർപിയൻ കിങ്ങിനെ നോക്കി. അവൻ ഒരു അക്കാഡിയൻ അല്ലേ എന്ന തരത്തിൽ പറഞ്ഞു. ഗോലമിനെ കുറിച്ചുള്ള സ്കോർപിയൻ കിങ്ങിന്റെ ചോദ്യത്തിന് അമീനയും മറുപടി നൽകി. ഗോലമുകൾ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവയാണ്. മന്ത്രവാദത്തിലൂടെയാണ് അതിന് ജീവൻ നൽകുക. അവളെ സംരക്ഷിക്കാൻ അവളുടെ പിതാവായിരുന്നു ആ എൻകിതുവിനെ ഉണ്ടാക്കിയത്. അമീനയുടെ കണ്ണുകളുടെ ഭാവത്തിൽ നിന്ന് അമീനയ്ക്ക് സ്കോർപിയൻ കിങ്ങിനോട് ഒരു പ്രണയതാൽപര്യം പോലെ തോന്നിയതായി വളരെ വ്യക്തമായിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. തുടർന്ന് അമീനയോട് ഈജിപ്തിനെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇതുവരെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത അനുബിസിന്റെ വാളിന്റെ ശാപത്തെക്കുറിച്ച് താല പറഞ്ഞു. ബുക്ക് ഓഫ് സോൾസ് തങ്ങൾക്ക് തരണമെന്ന് അവൾ അമീനയോട് വ്യക്തമാക്കി. എന്നാൽ അവരെ സഹായിക്കാൻ കഴിയുന്ന ഒന്നും അവിടെയില്ല എന്നായിരുന്നു അമീന പറഞ്ഞത്. താൻ അവിടുത്തെ എല്ലാ ചുരുളുകളും പുസ്തകങ്ങളും വായിച്ചിട്ടുണ്ടെന്നും എന്നാൽ അവർ പറയുന്നൊരു പുസ്തകം അവിടെ ഇതുവരെ കണ്ടിട്ടില്ല എന്നും അമീന കൂട്ടിച്ചേർത്തു. ഒക്കെ കേട്ടതും സ്കോർപിയൻ കിങ് താലയുടെ കൈവശമുള്ള ചുരുളിൽ നിന്ന് മറ്റ് സൂചനകൾക്കായി നോക്കാൻ അവളോട് പറഞ്ഞു. ചുരുളിൽ പറഞ്ഞിരുന്നത് ബുക്ക് ഓഫ് സോൾസ് അലബാസ്റ്ററിന്റെ വെള്ളത്തിലാണ് എഴുതിയിരിക്കുന്നതെന്നും അതിന്റെ വിലക്കപ്പെട്ട വാചകങ്ങളുടെ രൂപം നീലചന്ദ്രന്റെ വെളിച്ചത്തിൽ വെളിപ്പെടുന്നു എന്നുമായിരുന്നു. ബുദ്ധിമാനായ സ്കോർപിയൻ കിങ് ഉടൻ തന്നെ നീലചന്ദ്രപ്രകാശം ശ്രദ്ധിച്ചു. അമീനയുടെ കൈപിടിക്കാൻ ശ്രമിച്ചു. അത് എൻകിതുവിനെ ദേഷ്യം പിടിപ്പിക്കുകയായിരുന്നു ചെയ്തത്. എന്നിരുന്നാലും എൻകിതുവിനെ തടയുന്ന അമീനയുടെ കൈകളുടെ ചലനം സത്യം വെളിപ്പെടുത്തി. അമീന തന്നെയാണ് യഥാർത്ഥത്തിൽ ബുക്ക് ഓഫ് സോൾസ്. അനുബിസിന്റെ വാളാൽ നിർബന്ധപൂർവം പിടിച്ചെടുക്കപ്പെട്ട ആത്മാക്കളുടെ പേരുകളാണ് താനെന്ന് അമീന വിശദീകരിച്ചു. അവൾക്ക് ആ കൊല്ലപ്പെട്ട ആത്മാക്കളെ കാണാനും അവർ പറയുന്നത് കേൾക്കാനും പറ്റും. മറുഭാഗത്ത് കെൻസയും അവളുടെ സൈന്യവും ബ്ലാക്ക് ആരോസിന്റെ പ്രദേശത്തെത്തിയിരുന്നു. ഉറൂക്കും അവന്റെ ആളുകളും ചേർന്ന് അവരെ ഉടൻ തന്നെ തടഞ്ഞു. സ്കോർപിയൻ കിങ് നൽകിയതുപോലെ തങ്ങൾ വേണമെങ്കിൽ പണം നൽകാമെന്നും തങ്ങളെ 13-ാം ചന്ദ്ര താഴ്വരയിലേക്ക് പോവാൻ അനുവദിക്കണം എന്നും കെൻസ ഉറൂക്കിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ സ്കോർപിയൻ കിങ് തനിക്ക് നൽകിയത് പണമല്ലെന്നും ധൈര്യവും ബഹുമാനവുമാണെന്നുമായിരുന്നു ഉറൂക്കിന്റെ മറുപടി. ആ സമയം കെൻസയുടെ കൂടെ ഉണ്ടായിരുന്ന അഹങ്കാരിയായ ഒരു മനുഷ്യൻ ഉറൂക്കിനെ ഭീഷണിപ്പെടുത്താൻ നോക്കി. പക്ഷെ ആ മണൽ മനുഷ്യർ തെല്ലും ഭയപ്പെട്ടില്ല. ഒടുവിൽ കെൻസ പിൻവാങ്ങുകയും മറ്റൊരു വഴിയിലൂടെ ചന്ദ്രതാഴ്വരയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മറുവശത്താകട്ടെ അമീനയ്ക്ക് സ്കോർപിയൻ കിങ്ങിനോട് പ്രണയം തോന്നുന്നുണ്ടായിരുന്നു. ആ കാഴ്ചകൾ എൻകിതുവിനെ അസ്വസ്ഥനാക്കി. സ്കോർപിയൻ കിങ്ങിനും അമീനയോട് അതേ വികാരം തന്നെയാണ് തോന്നിക്കൊണ്ടിരുന്നത്. അദ്ദേഹം അമീനയെ തന്റെ ലോകത്തേക്ക് വരാൻ ക്ഷണിച്ചു. അമീന സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. ആ സമയമാണ് താല അകത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അവൾ കൊണ്ടുവന്ന വിളക്കിലെ ജ്വാല കണ്ട് എനിക്കിത് പെട്ടെന്ന് ഭയപ്പെട്ടു. പ്രത്യക്ഷത്തിൽ അവൻ തീയെ ഭയപ്പെടുന്നുണ്ട്. വളരെ ചെറിയൊരു ജ്വാലയെപ്പോലും എനിക്കിതുവിന് വലിയ ഭയമാണ്. അവർ അവിടെ നിന്ന് പുറത്തു കിടക്കാനുള്ള ശ്രമത്തിലായിരുന്നു. സ്കോർപിയൻ കിങ് എനിക്കിതുവിനെ തുരങ്കത്തിലേക്ക് ക്ഷണിച്ചു. താലയും അമീനയും അതിനകം അവിടെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ താല ഉടൻ തന്നെ അവിടെ തീ കൊളുത്തി. അതെനിക്കിതുവിനെ ഭയപ്പെടുത്തി. എനിക്കിത് പിന്നോട്ട് മാറിയതും അമീനയിൽ നിന്ന് അവൻ വേർപെട്ടു. തൊട്ടു പിന്നാലെ അവർ 3 പേരും പോർട്ടലിന് പുറത്തെത്തി. അവിടുത്തെ കാഴ്ച കണ്ട് അമീന പൂർണ്ണമായും അത്ഭുതപ്പെട്ടു. അവൾ അതെല്ലാം ആദ്യമായി കാണുകയായിരുന്നു. അവർ 3 പേരും പോർട്ടൽ വിട്ടയുടൻ തന്നെ കെൻസയും അവളുടെ സൈന്യവും അങ്ങോട്ടേക്കെത്തി. സ്കോർപിയൻ കിങ്ങും മറ്റുള്ളവരും കടൽ തീരത്ത് വിശ്രമിക്കുകയായിരുന്നു. അമീന ശാന്തമായി കടലിലേക്ക് നോക്കി. പുരാതന തീരങ്ങളിൽ നിന്നുള്ള കോലാഹലങ്ങൾ നിറഞ്ഞ ശബ്ദങ്ങൾ തനിക്ക് കേൾക്കാമെന്ന് അവൾ അപ്പോൾ സ്കോർപിയൻ കിങ്ങിനോട് പറഞ്ഞു. തങ്ങൾ ഇതിനു മുമ്പ് ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ലാത്തതിനാൽ താൻ എനിക്കിതുവിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും അമീന കൂട്ടിച്ചേർത്തു. എനിക്കിതുവിനെ എന്താണ് തീ ഇത്ര ഭയമെന്ന് അമീന വ്യക്തമാക്കി. എനിക്കിതുവിനെ ഉണ്ടാക്കിയിരിക്കുന്നത് കളിമണ്ണ് കൊണ്ടാണല്ലോ. തീയുടെ സാന്നിധ്യം അവനെ കല്ലാക്കി മാറ്റും. അവരങ്ങനെ അടുപ്പത്തോടെ സംസാരിച്ചിരിക്കെ അങ്ങോട്ടേക്ക് കെൻസയുടെ ആളുകളെത്തി. പിന്നെ അവിടെ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. പോരാട്ടത്തിന്റെ മധ്യത്തിൽ അങ്ങോട്ടേക്ക് എനിക്കിതുവും എത്തിച്ചേർന്നു.
അവന്റെ വരവ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കെൻസയുടെ ആളുകളെ പരാജയപ്പെടുത്തുന്ന കാര്യം എളുപ്പമാക്കി. ഇതേസമയം അവിടെ അടുത്തുള്ള നഗരത്തിൽ കെൻസയും അവളുടെ ആളുകളും കടന്നുപോകുന്ന ആളുകളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്കോർപിയൻ കിങ്ങിനെയും കൂട്ടാളികളെയുമാണ് അവർ തിരയുന്നത്. അധികം വൈകാതെ സ്കോർപിയൻ കിങ്ങും മറ്റുള്ളവരും വേഷം മാറിയ ആ നഗരത്തിൽ പ്രവേശിച്ചു. കെൻസയുടെ സാന്നിധ്യം സ്കോർപിയൻ കിങ് അവിടെ ശ്രദ്ധിച്ചു. തുടർന്ന് അദ്ദേഹം താലയോട് അവരുടെ കുതിരകളെ വിൽക്കാനും കടൽ കടക്കാൻ ഒരു ബോട്ട് വാടകയ്ക്കെടുക്കാനും ആവശ്യപ്പെട്ടു. അതേസമയം അബയുടെ മരണത്തിന്റെ കാരണക്കാരിയായ കെൻസയോടുള്ള പക മനസ്സിൽ സൂക്ഷിച്ചിരുന്ന അദ്ദേഹം അവൾക്കെതിരെ ഒരു പോരാട്ടത്തിനായി ചെന്നു. വൈകാതെ പോരാട്ടവും ആരംഭിച്ചു. പോരാട്ടം കണ്ട താലയാകട്ടെ ഉടൻ തന്നെ എനിക്കിതുവിനെ കണ്ടെത്തുകയും അമീനയെ തുറമുഖത്തേക്ക് കൊണ്ടുപോകാൻ പറയുകയും ചെയ്തു. പിന്നാലെ സ്കോർപിയൻ കിങ്ങിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ അവൾ വേഗത്തിൽ അവളുടെ വണ്ടിയെടുത്തു. മറുഭാഗത്ത് നെപ്സരക് രാജാവാകട്ടെ നുബിയൻ കിരീടാവകാശിയെ സന്ദർശിക്കുകയും ആ ഏരിയ കീഴടക്കാൻ അയാളെ ഒറ്റയടിക്ക് കൊല്ലുകയും ചെയ്യുകയായിരുന്നു. താലയുടെ സഹോദരനായിരുന്നു അത്. കടൽ യാത്രയിലായിരുന്ന അമീന അത് തന്റെ ഉള്ളറിവ് കൊണ്ട് കണ്ട് അക്കാര്യം താലയോട് പറഞ്ഞു. ക്ഷമയോടെ ഇരിക്കാനും പോരാട്ടം തുടരാനും അമീന താലയോട് ആവശ്യപ്പെട്ടു. താല സ്കോർപിയൻ കിങ്ങിനെ സമീപിച്ച് താനിപ്പോൾ നുബിയൻ രാജ്യത്തിന്റെ ഏക അവകാശിയാണെന്ന കാര്യം പറഞ്ഞു. തന്റെ സഹോദരൻ കൊല്ലപ്പെട്ട വിവരം അറിയിച്ചു. സ്കോർപിയൻ കിങ്ങിന് സംഭവിച്ചത് പോലെ അവളും ഇപ്പോൾ രാജ്യമില്ലാത്ത ഒരു രാജ്ഞിയായി മാറിയിരിക്കുന്നു. നീണ്ട യാത്രയ്ക്ക് ശേഷം അവർ കരയിലെത്തിച്ചേർന്നു. മെംടെപ്പ് രാജാവിന്റെ പുരാതന ശവകുടീരത്തിലേക്ക് അവർ കാൽനടയായി നീണ്ട യാത്രയാരംഭിച്ചു. ബുക്ക് ഓഫ് സോൾസിനെ കുറിച്ചുള്ള സത്യം വെളിപ്പെട്ടിട്ടുണ്ടെങ്കിലും അനുബിസിന്റെ വാളിന്റെ ശാപം നശിപ്പിക്കാനുള്ള മറ്റൊരു സൂചനയാണ് അവരിപ്പോൾ തിരയുന്നത്. കൊള്ളയടിക്കപ്പെട്ട മെംടെപ്പ് രാജാവിന്റെ ശവകുടീരത്തിൽ അവർ എത്തിച്ചേർന്നു. തീയെ ഭയപ്പെടുന്ന എനിക്കിതുവിന്റെ കണ്ണുകൾ അങ്ങോട്ടേക്ക് കടക്കുമ്പോ തുണി കൊണ്ട് മൂടാൻ അവർ നിർബന്ധിതരായി. അവിടെ എത്തിയ അവർ അതീവ രഹസ്യമായി സൂക്ഷിച്ചിട്ടുണ്ടാകാവുന്ന മറ്റൊരു സൂചനയ്ക്കായി തിരച്ചിൽ നടത്തി. ആ സമയം അവിടെ കേടുപാടുകൾ കൂടാതെ ഇരിക്കുന്ന ഒരു സിംഹരൂപമുള്ള പ്രതിമ അമീന ശ്രദ്ധിച്ചു. സ്കോർപിയൻ കിങ്ങിനോട് ആ പ്രതിമ തകർക്കാൻ അമീന പറഞ്ഞു. ഉടൻ തന്നെ കിങ് ആ പ്രതിമ തകർത്തു. ഒടുവിൽ കേടുപാടുകൾ കൂടാത്ത ഒരു ചുരുൾ അവർ കണ്ടെത്തി. ആ ചുരുളിൽ സുമേറിയൻ ഭാഷയിലുള്ള ഒരു രേഖയുണ്ടായിരുന്നു. പുരാതന ഭാഷയിൽ പ്രാവീണ്യമുള്ള അമീന അതുടൻ തന്നെ വായിക്കാൻ തുടങ്ങി. ആ രേഖയിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു: മെംടെപ്പ് രാജാവ് എല്ലാ ഭാഗത്തുനിന്നും ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു. തന്റെ ശത്രുക്കളുടെ ആത്മാക്കളെ മോഷ്ടിക്കാൻ ശക്തി നേടുവാൻ വേണ്ടി പാതാള ലോകത്തു നിന്നും ദുർമന്ത്രവാദത്തിലൂടെ നിർമ്മിച്ച വാൾ അദ്ദേഹം വിളിച്ചു വരുത്തി. അത് മെംടെപ്പ് രാജാവിന് അളക്കാനാവാത്ത ശക്തി നൽകി. മെംടെപ്പ് രാജാവ് പിന്നീട് ഒരു മകൾക്ക് ജന്മം നൽകിയ തന്റെ രാജകീയ അന്തഃപുര സ്ത്രീയെ കാണാൻ അമ്മോൻസണിലേക്ക് മടങ്ങിപ്പോയി. പക്ഷെ ആ മകളുടെ ചർമ്മത്തിൽ വാളാൽ കൊല്ലപ്പെട്ട ഓരോ ആളുകളുടെയും പേരുകളുണ്ടായിരുന്നു. അത് ഒരു ശാപമാണ്. ശാപം അവസാനിപ്പിക്കാനുള്ള ഒരേയൊരു വഴി ബുക്ക് ഓഫ് സോൾസ് നശിപ്പിക്കുക എന്നതാണ് എന്ന് അനുബിസ് മെംടെപ്പ് രാജാവിനോട് പറഞ്ഞു. രാജാവ് തന്റെ ഏകമകളെ ബലി നൽകണം, കൊല്ലണം എന്നതായിരുന്നു പാതാള ദൈവത്തിന്റെ തന്ത്രം. എന്നാൽ ശക്തനായ മന്ത്രവാദി ആക്കുനിനെ രക്ഷിക്കുകയും മെംടെപ്പ് രാജാവ് ആ വാൾ സ്വന്തം ഹൃദയത്തിലേക്ക് ഇറക്കി സ്വയം ബുക്ക് ഓഫ് സോൾസിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. രേഖയിൽ നിന്ന് നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന മെംടെപ്പ് രാജാവിന്റെ മകളാണ് അമീന എന്ന കാര്യം ഒന്നുകൂടി വ്യക്തമായി അവർ മനസ്സിലാക്കി. ശാപം നശിപ്പിക്കാനുള്ള ഒരേയൊരു വഴി ബുക്ക് ഓഫ് സോൾസ് നശിപ്പിക്കുക എന്നതാണ്. അതായത് അമീനയെ ഇല്ലാതാക്കുക. എന്ത് ചെയ്യുമെന്നവർ ആലോചിച്ചു നിൽക്കെ അങ്ങോട്ടേക്ക് കെൻസയും അവളുടെ സൈന്യവും വന്നെത്തി. ഒരു മയക്കുമരുന്ന് ഉപയോഗിച്ച് സ്കോർപിയൻ കിങ് അവിടെ വെച്ച് കീഴടക്കപ്പെട്ടു. പിന്നാലെ അവരെയൊക്കെ ബന്ദിയാക്കി കെൻസയും സംഘവും മടങ്ങാൻ ആരംഭിച്ചു. യാത്രാമധ്യേ ഉറൂക്കും സംഘവും അവരുടെ ആ യാത്ര കണ്ടു. സ്കോർപിയൻ കിങ്ങിനെ കെൻസ പിടികൂടിയതായി ഉറൂക്ക് മനസ്സിലാക്കി. എന്നിരുന്നാലും അയാളപ്പോൾ ഒന്നും തന്നെ ചെയ്തില്ല. മയക്കുമരുന്നിന്റെ ഫലമായി ബോധരഹിതനായി കിടക്കുന്ന സ്കോർപിയൻ കിങ്ങിനെ ഒടുവിലവർ ഒരു ഗുഹയ്ക്കുള്ളിൽ ബന്ദിയാക്കി നിർത്തി. വൈകാതെ നെപ്സരക് അങ്ങോട്ടേക്ക് കടന്നു വന്നു. തനിക്ക് സ്കോർപിയൻ കിങ്ങുമായി പോരാടണം എന്നയാൾ അഹങ്കാരത്തോടെ പറഞ്ഞു. തന്റെ ശത്രു ഉണരുമ്പോൾ തന്നെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞ് അദ്ദേഹം തിരികെ പോവാൻ തുടങ്ങി. പക്ഷേ സ്കോർപിയൻ കിങ്ങിനെ ഉടൻ തന്നെ കൊല്ലാനായിരുന്നു മെനിഫർ നെപ്സരക്കിനെ ഉപദേശിച്ചത്. എന്നിരുന്നാലും തന്റെ ചെന്നായ യോദ്ധാക്കൾ സ്കോർപിയൻ കിങ് യുദ്ധത്തിൽ മരിക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നുവെന്നും തനിക്ക് അവരെ തൃപ്തിപ്പെടുത്തണമെന്നുമായിരുന്നു നെപ്സരക് രാജാവ് പറഞ്ഞത്. സ്കോർപിയൻ കിങ് ദുർബലനും പരിക്കേറ്റവനുമാണെന്ന് നെപ്സരക് കരുതിയിരുന്നു. അതുകൊണ്ട് സ്കോർപിയൻ കിങ്ങിന് നന്നായി പോരാടാൻ കഴിയില്ല എന്നായിരുന്നു നെപ്സരക്കിന്റെ വിശ്വാസം.
ഇതേ സമയം മറുഭാഗത്ത് താലയാകട്ടെ തടവിലാക്കപ്പെട്ടിരുന്ന തന്റെ രാജകീയ സൈന്യത്തെ കണ്ടു. താനിപ്പോൾ അവരുടെ രാജ്ഞിയാണെന്ന് അവരെ അറിയിച്ചു. തനിക്കൊപ്പം പോരാടാൻ തയ്യാറാകാൻ അവരോട് അവൾ ആവശ്യപ്പെട്ടു. ഇതേ സമയം അമീനയാണ് യഥാർത്ഥ ബുക്ക് ഓഫ് സോൾസ് എന്ന് നെപ്സെറക്കും മനസ്സിലാക്കിയിരുന്നു. അവളെ ജീവനോടെ കത്തിക്കാൻ നെപ്സെറക് തന്റെ ആളുകൾക്ക് ഉത്തരവ് കൊടുത്തു. അമീനയെ അവരുടെ ദൈവത്തിന് ബലി നൽകാനായിരുന്നു അവർ ഉദ്ദേശിച്ചത്, വാളിന്റെ ശക്തി തുടർച്ചയായി നിലനിർത്താൻ. അതിനിടയിൽ താല തന്റെ കഴിവുപയോഗിച്ച് സ്കോർപിയൻ കിങ്ങിനെ ഉണർത്താൻ നോക്കി. താലയുടെ ശ്രമം വൃഥാവിലായില്ല. സ്കോർപിയൻ കിങ് ബോധം തിരിച്ചു കിട്ടി എഴുന്നേറ്റു. ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. അധികം വൈകിയില്ല. സ്കോർപിയൻ കിങ് സൈന്യത്തിന്റെ മുന്നിലേക്കെത്തി എല്ലാവരെയും പോരാടാൻ വിളിച്ചു. പക്ഷേ അവിടെ നെപ്സെറക് ഉണ്ടായിരുന്നു. ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള പോരാട്ടത്തിന് നെപ്സെറക് ഉടൻ തന്നെ സ്കോർപിയൻ കിങ്ങിനെ വെല്ലുവിളിച്ചു. മലഞ്ചെരുവിൽ ഉറൂക്കിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ സമയം സ്കോർപിയൻ കിങ്ങിനെ സഹായിക്കാനായി കടന്നു വരുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് എൻകിദുവാകട്ടെ തന്റെ ശക്തി ഉപയോഗിച്ച് തന്നെ ബന്ധിച്ചിരിക്കുന്ന ചങ്ങലകൾ തകർത്തു മറ്റു തടവുകാരെ മോചിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒരവസരത്തിൽ എൻകിദു അമീനയെ രക്ഷിക്കാൻ ശ്രമിച്ചു. എന്നിരുന്നാലും നെപ്സെറക് ഉടൻ തന്നെ എൻകിദുവിനെ ആക്രമിക്കുകയും എൻകിദുവിന്റെ ശരീരത്തിലേക്ക് വാളിറക്കി എൻകിദുവിനെ നശിപ്പിക്കുകയും ചെയ്തു. സ്കോർപിയൻ കിങ്ങും നെപ്സെറക്കും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടർന്നു. ഒടുവിൽ തന്റെ മികവ് കൊണ്ട് സ്കോർപിയൻ കിങ് നെപ്സെറക്കിനെ വകവരുത്തി. സ്കോർപിയൻ കിങ് നോക്കുമ്പോൾ എൻകിദുവിന്റെ ശരീരത്തിൽ കുത്തിയിറക്കിയ അനുബിസിന്റെ വാൾ അപ്പോഴും തീജ്വാലകൾക്കുള്ളിൽ ഒരു കേടുപാടും പറ്റാതിരിക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട അമീന സ്കോർപിയൻ കിങ്ങിനെ വിളിച്ചു. വാളിന്റെ ശാപം ഇല്ലാതാക്കാൻ അവനോട് ആവശ്യപ്പെട്ടു. അതായത് തന്നെ ആ വാൾ കൊണ്ട് കൊല്ലാനായിരുന്നു അമീന ആവശ്യപ്പെട്ടത്. സങ്കടത്തോടെ തനിക്കവളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് സ്കോർപിയൻ കിങ് അവളോട് പറഞ്ഞു. പക്ഷെ വാൾ ഉയർത്തപ്പെട്ടു. അമീന തന്റെ ശരീരം വാളിലേക്ക് തള്ളിക്കയറ്റി. വാൾ അവളുടെ ശരീരത്തിലൂടെ തുളച്ചു കയറി. തൊട്ടുപുറകെ അവളുടെ ശരീരം കാറ്റിൽ പറക്കുന്ന പൊടിപടലങ്ങൾ പോലെ സാവധാനം ഇല്ലാതായി. ആത്മാക്കൾ പൂർണ്ണമായി മോചിപ്പിക്കപ്പെട്ടു. ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചു. വാളിന്റെ ശാപവും അതോടെ ഇല്ലാതായി. മത്തായൂസാകട്ടെ തന്റെ സ്കോർപിയൻ കിങ് എന്ന പദവി പൂർണ്ണമായി സ്വീകരിച്ച് അവിടെ നിന്ന് ലോകം കീഴടക്കാൻ യാത്ര തിരിച്ചു. ആ ദൃശ്യങ്ങളിൽ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ഈ ഒരു ആക്ഷൻ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.